ഹലോ ഹലോ മോളെ, സ്വാമി. ഞാൻ നമ്മുടെ നിനക്കറിയാമല്ലോ, അജിത് സാറിനെ അറിയത്തില്ലേ? ശാസ്ത്രമംഗലം അജിത് കുമാറിനെ. ആ അറിയാം അറിയാം. ഞാൻ സാറിന്റെ ഓഫീസിലുണ്ട്. സാറിന്റെ കൊടുക്കാം ഞാൻ. ഈ സാറിനോട് സംസാരിച്ചിട്ട് പറയാം. ഹലോ, മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്നെ അറിയാല്ലേ? അറിയാം. സാറിന്റെ പ്രൊസീഡിങ്സ് കേട്ടിട്ടുണ്ട്. ഏത് കേസാ കേട്ടെ? ടെക്നോ പാർക്കിന്റെ. ഓ മറ്റേ ഡബിൾ മർഡർ. കറക്റ്റ്. യു ആർ ദർ ഇൻ ദ കോർട്ട് അല്ലേ? വെരി ഗുഡ്. ഓക്കെ. ഓ, അതിനകത്ത് എനിക്ക് ഡെത്ത് ആയിപ്പോയി. അറിയാം. ഓരോരുത്തരെ ജഡ്ജും അത്ര ഫേവറിങ് അല്ലായിരുന്നു. അല്ല, അത് പിന്നെ എനിക്ക് ആ കേസ് ഇത്തിരി വളരെ ടൈറ്റ് കേസല്ലേ. നമ്മൾ പ്രതീക്ഷിക്കുന്ന സാറിന് പറയാനൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഉള്ളത് വെച്ച് ഡൂയിങ് ദ മാക്സിമം. പിന്നെ ഞാൻ അതിനകത്ത് എഫ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ പൊളിഞ്ഞു പോയില്ലേ? കാര്യം ഒന്നും അതിന്റെ അകത്തില്ലായിരുന്നു. ഉള്ളതൊക്കെ അവർക്ക് എഗൻസ്റ്റ് ആയിരുന്നു. എന്നിട്ടും ഉള്ളത് വെച്ച് പിന്നെ നമ്മളെ എഫ് സ്റ്റേറ്റ്മെന്റ് പൊളിച്ചു, മെഡിക്കൽ എവിഡൻസ് പൊളിച്ചു, അവസാന കേസിനകത്ത് ജെനുവിൻ ആയിട്ടൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അത് വെറുതെ യഥാർത്ഥത്തിൽ ഇവൻ ഈ മരിച്ചവന് മറ്റേ PW1 ഉണ്ടല്ലോ, അനിശാന്തിന്റെ ഹസ്ബൻഡ്, യഥാർത്ഥത്തിൽ അനിശാന്തിന്റെ ഹസ്ബൻഡ് ഉള്ളപ്പോഴാണോ ഈ വെട്ട് നടന്നത്, അതോ ഈ പ്രോസിക്യൂഷൻ പറയുന്നില്ല പിന്നീടാണോ എന്നുള്ളതിനെ പറ്റി ഒരു റിയൽ ഡൗട്ട് ആ കേസിനകത്തുണ്ട് ഇല്ലേ? ഓക്കെ. ദാറ്റ്സ് എ വെരി ഗുഡ് തിങ്. വെരി ഗുഡ്. പിന്നെ വേറെ എന്ത് വിശേഷം? പറയൂ. ടോട്ടൽ 90 ഡിഗ്രി ടേൺ ഔട്ട് ആയി. എന്ത് 90 ഡിഗ്രി ടേൺ ഔട്ട്? നമുക്കത് 180 ഡിഗ്രി ആയിട്ട് തിരിച്ചു കൊണ്ടുവരാമല്ലോ. വാട്ട് ആർ യു സേയിങ്? No sir, I want him to be out and be back. കാര്യം ഞാൻ പറയാം. Actually what happened on that day, you tell me. First of all let me know what actually. No, truth പറയണം. Yeah, now like there is no part. Last day we mean truth അല്ലാണ്ട് പറയാനൊന്നുമില്ല. അതെ, എന്താ സത്യം എന്താ? What happened? എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ലൈക്ക് ഓൾറെഡി ഒരു 1 year ആയിട്ട് എന്നോട് ഇങ്ങനെ ഓരോ എഗൻസ്റ്റ് ഒക്കെ പറഞ്ഞോണ്ട് ഈ അച്ഛൻ്റെ അമ്മയുടെയും കാശ് ഇങ്ങനെ പോകുന്നത് കണ്ടില്ലേ, അങ്ങനെ ആര് പറയും? അയ്യപ്പദാസ് എന്ന് പറഞ്ഞ ആള് ഇങ്ങനെ കുറെ പറയുന്നുണ്ടായിരുന്നു. ഈ അയ്യപ്പദാസ് ആരാ? സ്വാമിയുടെ കുറച്ച് കാശായിട്ട് ഒരാള് കാണാനില്ല എന്ന് പറയണ. അയ്യപ്പദാസും ഇത് നിങ്ങള് ഇത് എങ്ങനെയാ കണക്ഷൻ പറ്റുന്നത്? ഇല്ല, ഞാൻ അവിടെ അയ്യപ്പദാസ് വെക്കുന്ന ഹോട്ടലിൽ കുറച്ച് ദിവസം ക്യാഷിൽ പോയി ഇരുന്നിട്ടൊക്കെയുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു പരിചയമായിരുന്നു. ഓക്കെ. അപ്പൊ അയ്യപ്പദാസും കുട്ടിയും തമ്മിൽ അങ്ങനെ നല്ല അടുത്തോ? ഓക്കെ. ഡിഡ് യു ഹാവ് സെക്സ് വിത്ത് ഹിം? സോറി സർ, അയാളോട്ട് സെക്സ് ചെയ്തോ? നോ സർ. ഇല്ല. ഓക്കെ. പിന്നെ എങ്ങനെ നിങ്ങൾ തമ്മിൽ അടുത്തു എന്ന് പറയുന്നത്? റിലേഷൻ അല്ലാണ്ട് ഒരു റിലേഷൻ തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ. എന്താ ലവ് റിലേഷൻ ആണോ അതോ ജസ്റ്റ് ഫ്രണ്ട് ആണോ? പക്ഷെ അങ്ങനെയല്ല, ഒരു ലവ് റിലേഷൻ ആണെങ്കിലും ഈ റീസൺ സെറ്റിലായിരുന്നു. എന്ന് വെച്ചാൽ സ്വാമി കണ്ടോ ഇങ്ങനെയൊക്കെ അങ്ങനെയായിരുന്നു ഒരു സ്റ്റാർട്ടിങ്. അല്ലാണ്ട് ഒരു പേഴ്സണാലിറ്റി അങ്ങനെയൊന്നും അല്ല. ഇങ്ങനത്തെ സിറ്റുവേഷൻസും സാഹചര്യം പറഞ്ഞൊരു ആയിക്കോട്ടെ. അതെ, നിങ്ങൾ തമ്മിൽ ഒരു അഫയർ ആയി അപ്പം അല്ലേ? അഫയർ ആയിരുന്നു. You wanted to marry him? Yeah, I wanted to. But I was not sure of it. മനസ്സിലായി. Anyway, it was proceeding like that. Okay. Yeah. So അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു it all started. And മെയിൻ ഞങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ it was like ഈ വീട്ടിലുള്ള ഓരോ ലൈക് ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് ഇത്രയും വർഷമായിട്ട് അറിയാലോ. അപ്പൊ സ്വാമി ഓരോന്ന് ചെയ്തെങ്കിലും ഒന്നും സക്സസ് ഒന്നും അല്ല. അപ്പം വീട്ടിൽ കുറെ കൂടി സിറ്റുവേഷൻസും പിന്നെ അങ്ങനെയൊക്കെ വരുമ്പോ ഡെഫിനറ്റ്ലി നമുക്കൊരു ഗ്രഡ്ജ് തോന്നുമല്ലോ അപ്പോഴെങ്കിലും. ഇല്ല, സ്വാമി നിങ്ങൾ ഒരുപാട് ഫൈനാൻഷ്യലായിട്ട് ചീറ്റ് ചെയ്തോ? അങ്ങനെ ചീറ്റിംഗ് ഒന്നുമില്ല. ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് സഹായിക്കുക, അല്ലാണ്ട് ചീറ്റിംഗ് ഒന്നുമില്ല. ഓക്കെ. അല്ല, പോലീസ് പറയുന്നത് ഏതാണ്ട് ഒരു 40 lakhs നിങ്ങൾ ചീറ്റ് ചെയ്തു എന്ന് പറയുന്നു. നോ, നത്തിങ് ഓഫ് ദാറ്റ് സോർട്ട്. അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ സഹായിച്ചെന്നല്ലാണ്ട് ഒന്നും ആവശ്യപ്പെട്ട് അങ്ങനെയൊന്നും അല്ല. ലൈക്ക് ഡിമാൻഡ് എനിത്തിങ്. നമ്മൾ ഓരോ സിറ്റുവേഷൻ അറിഞ്ഞ് ഞങ്ങൾ സഹായിച്ചതാ. ഞങ്ങളുടെ ഫാമിലിയിലെ ഇപ്പം എന്റെ അച്ഛനൊരു ഹെഡ് ഓഫ് ദ ഫാമിലിയിൽ ഞങ്ങളുടെ വീട്ടിലെ കാരണവരെ പോലെ എല്ലാം ഡിസൈഡ് ചെയ്യുന്നതും അങ്ങനത്തെ ഒരു മോഡലാണ്. കാര്യം എന്റെ അച്ഛനെ പോലെ ഡിസൈഡിങ്. ഈസ് നോട്ട് ഏർണിംഗ് ബട്ട് ഈസ് എ ഡിസിഷൻ മേക്കർ. അതിന് മനസ്സിലെ കുഴപ്പവും തോന്നിയില്ല. കാര്യം അച്ഛനെക്കാട്ടി ഒരാൾ കേപ്പബിൾ ആയിട്ടൊന്നും ഞങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ പോലീസ് പറയുന്നുണ്ടല്ലോ ഈ സ്വാമിയും നിങ്ങളുടെ അമ്മയുമായിട്ട് ഇത് അവിഹിത ബന്ധം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുള്ളത് സത്യമല്ലോ? ഉണ്ടോ? അങ്ങനെയൊന്നും അല്ല. കാര്യം
because അവര് പറയുന്ന വെച്ചാൽ അയ്യപ്പ said like he saw something between Amma and Swami and they were asking did you see? അപ്പൊ ഞാൻ പറഞ്ഞു I didn't see and then they were asking did you have any doubt or anything of that? I said no because ഞങ്ങൾ എല്ലാവരുമായിട്ടും ഭയങ്കര നല്ലതായിട്ട് ഇപ്പം അല്ല അതല്ല ഈ സ്വാമിയും അമ്മയുമായിട്ട് ഇങ്ങനെ സെക്സ്വൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറയുന്നത് വെറുതെ no nothing of that sort. അങ്ങനെ ഇല്ല. ഇല്ല കാര്യം എന്ന് പറയുന്നത് ഞാനും അനുവും അച്ഛനും ഒക്കെ അച്ഛൻ ഓഫീസിലും ഞങ്ങൾ കോളേജിൽ പോയി കഴിഞ്ഞാൽ അവിടെ സ്വാമി അമ്മയായിട്ട് ഒറ്റയ്ക്ക് പോലും ഇരിക്കാറില്ല. വേറെ അടുത്തുള്ള ഒരു മാമിയെ പോലും വീട്ടിൽ വിളിച്ചിരുത്തും. ഞങ്ങൾ ആരെയും വരുന്നവരെ കാര്യം താരയും ഞാനും അല്ലേ ഉള്ളൂ. അങ്ങനെ സ്വാമി അല്ലാതെ ഒറ്റയ്ക്ക്. അതുപോട്ടെ ഈ കുട്ടി അപ്പം ഈ രേഷ്മയായിട്ട് സ്വാമിക്ക് സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നോ? ഹലോ നോട്ട് അങ്ങനെയൊന്നും പറയാനില്ല ശരിക്കും പറഞ്ഞാൽ. സെക്ഷൽ റിലേഷൻഷിപ്പ് ഇല്ലായിരുന്നു. നോ just a kind of caring or അത് മനസ്സിലായി. അതൊരു ഫാദർ അതപ്പം അപ്പൊ രേഷ്മയും സ്വാമിയുമായിട്ട് ഒരു ഫാദർ ഡോട്ടർ റിലേഷൻഷിപ്പ് ഐ മീൻ ഫാദർ ഡോട്ടർ ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആയിരുന്നു. more than that അത്രേ ഉള്ളൂ. ഓക്കെ അപ്പം ഇറ്റ് ഈസ് നോട്ട് സെക്സ്. നോ nothing of that sort. ഓക്കെ അപ്പൊ ഈ പോലീസുകാർ പറയുന്നതോ നിങ്ങളും സ്വാമി നിങ്ങളെ വളരെ കൊച്ചു പ്രായത്തിൽ തന്നെ മൊളസ്റ്റ് ചെയ്തു, റേപ്പ് ചെയ്തു? നോ അത് ശരിക്കും പറഞ്ഞാൽ it was kind of a cooked up because I said 17th ആണെങ്കിലും എന്നൊന്ന് ടച്ച് അപ്പൊ അവര് പറഞ്ഞു they were the people who had asked me like നമുക്ക് പോസ്കോ ഒക്കെ കൊണ്ടുവരണമെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ലൈക്ക് 16 years അങ്ങനെയൊക്കെ പറഞ്ഞു. they wanted it to be more serious അങ്ങനെയൊക്കെ പലതും. അതുകൊണ്ട് സാറിന് അറിയാം ആ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുള്ളപ്പം അവര് ഡേറ്റ് സ്പെസിഫൈ ചെയ്യാൻ പറഞ്ഞപ്പോ പോലും എനിക്ക് അതൊരു സ്പെസിഫിക് ഡേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല അതിനകത്ത് അപ്പം കുട്ടി പോലീസിൽ കൊടുത്ത മൊഴിയുണ്ടല്ലോ, കുട്ടി പോലീസിൽ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചു നോക്കി. ആ സ്റ്റേറ്റ്മെന്റിനകത്ത് പറയുന്നുണ്ട് ഈ സ്വാമി ഇതുപോലെ നഗ്നയായിട്ട് സ്വാമി കുട്ടിയെ നഗ്നയായിട്ട് മടി കിടക്കണമെന്നൊക്കെ പറയുന്നൊക്കെ അതൊക്കെ കള്ളമല്ലേ? അത് സത്യമാണോ? അതിലോ അല്ല അങ്ങനെയൊന്നുമില്ല, കള്ളം പറയുന്ന. ഓക്കെ അതെ. അതുപോലെ 17 വയസ്സെന്തോ ആയ സമയത്ത് കുട്ടിയെ ഇതുപോലെ പിടിച്ച് ഇങ്ങനെ കിടത്തിയെന്നും ഒരു ദിവസം സ്വാമി ഇതുപോലെ കുട്ടിയായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നും ഒക്കെ പറയുന്നത് സത്യമാണോ? സത്യമാണോ അത്? അല്ലല്ല അങ്ങനെയൊന്നും അല്ല സത്യമാണോ അത്? ഐ ജസ്റ്റ് വാണ്ട് ടു നോ ഇസ് ഇറ്റ് ട്രൂ? ഇസ് ഇറ്റ് ട്രൂ? it's not like still like as I'm being truthful and frank to you, I didn't have any kind of sexual relation. Okay. പിന്നെ ഈ പെർട്ടിക്കുലർ ഡേയില് സ്വാമി കുട്ടിയെ മുറിയിൽ നിന്ന് ബലമായിട്ട് വിളിച്ചോണ്ട് വന്നു എന്ന് പറയുന്നു, കഴുത്തി കുത്തി പിടിച്ച് വിളിച്ചോണ്ട് വന്നു പറയുന്നു. അത് സത്യമാണോ? No sir, it's not like that. അല്ല കഴുത്തി കുത്തി വിളിച്ചോണ്ട് വന്നിട്ട് സ്വാമി ഒരു കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നു. അത് സത്യമാണോ? അല്ല. പിന്നെ ഭീഷണിപ്പെടുത്തി അതെ അതേപോലെ വിളിച്ചോണ്ട് വന്നിട്ട് സ്വാമിയുടെ സെക്ഷൽ ഓർഗൻ എടുത്തിട്ട് ഹി ട്രൈ ടു പുട്ട് ഇറ്റ് ഇൻ യുവർ മൗത്ത് എന്ന് പറയുന്നത് സത്യമാണോ? മെഡിക്കൽ എക്സാമിനേഷനിൽ നെഗറ്റീവ് ആണല്ലോ. അല്ല അതല്ല ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെ അത് സത്യമാണോ? ഇസ് ഇറ്റ് ട്രൂ? അല്ല അതുപോലെ സ്വാമിക്ക് ഇത് അങ്ങനെ നിങ്ങളുടെ ഇഷ്ടമില്ലാത്ത രീതിയിൽ യു ഹാഡ് ടു ഡു ഓറൽ സെക്സ് എന്ന് പറയുന്നു. ഇസ് ഇറ്റ് ട്രൂ? നോ ഇറ്റ്സ് നോട്ട്. അതെ, എന്നിട്ട് സ്വാമിക്ക് ഇജാക്കുലേഷന്റെ സമയം ആയപ്പോഴത്തേക്കാണ് ഇത് ചെയ്തു. അങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. No. Okay. Actually, what happened? But like, there is one thing I'm being like പറയാന്ന് വെച്ചാൽ that day അയ്യപ്പദാസ് ആ ഒരു പ്ലാൻ വെച്ചാൽ പണ്ട് years back he had said like I really had very kind of affection and love towards him. ഒരിക്കലും ഒരു റിവെഞ്ച് അങ്ങനെയൊന്നും അല്ല. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ദേഷ്യം തോന്നും, പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ പിന്നെ കിട്ടുമ്പോൾ വീണ്ടും അങ്ങനെ എനിക്കൊരു റിവെഞ്ച് മെന്റാലിറ്റി ഒന്നും ആരോടും ഇല്ല. അപ്പം he wanted to take a kind of revenge and he used to say like അയ്യപ്പദാസിന് അപ്പം അയ്യപ്പദാസ് പറയും എനിക്കൊരിക്കലും അയാളെ മുറിവേൽപ്പിക്കാൻ പറ്റില്ല. അപ്പം the initial days he used to make a plan ഞാൻ ബെഡിന്റെ അടിയിൽ എങ്ങാനും വന്ന് കിടക്കാം എന്നിട്ട് ഞാൻ ചെയ്യാം, പിന്നെ നീ അത് ചെയ്തതാണെന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ. ബട്ട് ദെൻ ലേറ്റർ ആയപ്പം he just changed and എന്നോട് പറഞ്ഞു വേണ്ട നീ തന്നെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറെ പറഞ്ഞില്ലേ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ കൈ വിറയ്ക്കുള്ളൂ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ. and that day it happened like he had asked me to go towards him. അയ്യപ്പദാസ് എന്നോട് നിർബന്ധിച്ച് സ്വാമിയുടെ അടുത്ത് പോകാൻ പറഞ്ഞാണ്. എന്നിട്ട് അടുത്ത് പോകാൻ പറഞ്ഞിട്ട് അപ്പം സ്വാമിയോട് ഞാൻ കുറച്ചു കാലമായിട്ട് ഇപ്പം മിണ്ടുന്നൊന്നും ഇല്ലായിരുന്നു. ഞാൻ അടുത്ത് ഒന്നും ചെയ്യില്ല. സ്വാമിക്ക് എന്നെ കണ്ടപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു. സ്വാമി എന്നെ ഇങ്ങനെ
തവിള് ജസ്റ്റ് ആസ് നാച്ചുറൽ ആയിട്ട് എന്നെ തോളിലും തവിളിലും കല്ലിലും തട്ടുന്നത്. അപ്പം അങ്ങനെ ഒന്ന് തട്ടിയിട്ട് പറഞ്ഞു, എന്റെ കുഞ്ഞ് വന്നല്ലോ, എനിക്കറിയാവുന്ന കുഞ്ഞ് വരുന്നൊക്കെ പറഞ്ഞു ഭയങ്കര സന്തോഷത്തിലൊക്കെ ആയിരുന്നു. ആൻഡ് ദെൻ ഞങ്ങൾ അവിടെ ഇരിക്കും. അങ്ങനെയാ ഞാൻ അവിടെ ഇരുന്നോണ്ടിരുന്നപ്പോഴത്തേക്കും എനിക്ക് അവിടെ ശരിക്കും ഐ വാസ് മെയ്ഡ് ടു, അന്ന് എനിക്ക് ശരിക്കും അടുത്ത് പോയപ്പോ അങ്ങനെ ചെയ്യണമെന്നൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഒരു ടാർഗറ്റ് പോലെ എന്റെ തലയിൽ വെച്ച് ഒരെണ്ണം ഉണ്ടായിരുന്നു. സോ ആ കത്തിയും ഞാൻ മേടിച്ചതൊന്നും അല്ല. He got it for me. ഈ നൈഫ് എവിടുന്ന് കിട്ടി? He bought it from somewhere. ജയ്യപ്പദർ. ഓക്കെ. Yeah. And a day ഒരു ദിവസം 2-3 ദിവസത്തിന് മുമ്പേ he just bought it with എന്റെ കയ്യിൽ ഏൽപ്പിച്ചു, കാണു എങ്ങനെയുണ്ടെന്നൊക്കെ. അപ്പം എന്നോട് നാളൊരു ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ കണ്ടുപിടിക്കുക, അപ്പം നീ നൈഫിന് ആൻസറബിൾ ആണെന്ന് പറഞ്ഞ് എന്നോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇറ്റ് വാസ് എ വെരി സ്മോൾ നൈഫ്. അതൊന്നും ശരിയിൽ വരുന്നില്ല. അതൊരു നൈഫ്, അത് യൂസ് ചെയ്തിട്ടുമില്ല. ഐ ത്രൂ ഇറ്റ്. അന്നപ്പോ ഞാനിങ്ങനെ സ്വാമിയുടെ അടുത്ത് പോയി ഇരുന്നപ്പോ ഇത് ഇരിക്കുവായിരുന്നു. ആൻഡ് ദെൻ ഇറ്റ് വാസ് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ സ്വാമിനോട് ഇങ്ങനെ അടുത്തൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ കത്തിയെടുത്ത്. ആൻഡ് വൺ തിങ് ഐ വോണ്ട് ടു സേ, even though I mentioned I didn't have any sexual thing, but some favors they were there. I want to admit that also. കാര്യം ആ മെഡിക്കൽ ഡോക്ടറിന്റെ മെഡിക്കൽ റിപ്പോർട്ട് വായിക്കുമ്പോൾ അറിയാം, the whole thing was on top. നിങ്ങളുടെ ഡ്രസ്സിലായിരുന്നു? സെമൻ അല്ലേ? അല്ലല്ല, സെമൻ കുറച്ചിന്റെ ഡ്രസ്സിലാണ് തോന്നുന്നു. I was holding it. I was holding his organ. Okay. Yeah, and my plan was I had to chop it out. I have to cut it. But anyway, എനിക്ക് ഇത്രയും സ്നേഹം ഒരാളോട് ഞാൻ ഇത്രയും നാൾക്ക് ശേഷം ചെന്നപ്പോ എനിക്ക് അത്രയൊന്നും പറ്റില്ല. I was so scared. എന്റെ കൈയൊക്കെ പറ്റിട്ടുണ്ടായിരുന്നു. എന്നിട്ടും തലയിൽ അടുപ്പിച്ച് പറഞ്ഞാൽ എങ്ങനെയൊന്നും ഞാൻ വീശി. അത്ര എനിക്ക് ഓർമ്മയുള്ളൂ. കാര്യം ഇരുത്ത I didn't see anything. And then I just ran out. But I was sure അന്ന് എന്റെ ഒരു വീശിൽ എനിക്ക് ഉറപ്പായിട്ട് തന്നെ അത്ര ഇതായിട്ടൊന്നും ഞാൻ എന്നെ സാറിനോട് വന്നപ്പോൾ ഞാൻ അറിഞ്ഞത് 90% കട്ട്സ് ആവണം. 90% കട്ട്സ് ഒന്നും ആവാനുള്ള ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ അത്രയും പേടിയായിരുന്നു. ഞാൻ എത്രയോ വീശി, എവിടെയോ ഒന്ന് വീശി. അടുത്തത് തന്നെ അത് കട്ടായോ ഇല്ലേന്ന് പോലും അറിയില്ല. ഞാൻ വിചാരിച്ചു വല്ല വയറ്റിലായിരിക്കും. കാര്യം ഞാൻ അന്ന് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ പോലീസുകാരോട് ചോദിച്ചു എന്തേലും മുറിഞ്ഞോ, എനിക്ക് അതുപോലും ഡൗട്ടായിരുന്നു എവിടെയാ മുറിഞ്ഞ. അപ്പൊ അവരാദ്യം പറഞ്ഞു വയറ്റില്ല. അപ്പൊ ഞാൻ എനിക്ക് തോന്നി. കാര്യം I didn't see anything. ഒന്നും ആവാനുള്ളതൊന്നും ഞാൻ ചെയ്തില്ല. അത്രയും പേടിയായിരുന്നു. ബട്ട് ദെൻ പിന്നെ ഞാൻ അറിയാം it was 90% കട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ചെയ്തേ ആകാം. ബട്ട് I didn't see anything. I can't do that much. അത്ര ഒരു തരം എന്റെ ആ ഒരു വീശില് നമ്മളിപ്പോ കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഒരു വെലോസിറ്റി, നമുക്ക് ഡിഗ്രി അറിയാലോ എത്ര നമ്മൾ ചെയ്യുമ്പോൾ എത്ര ഊക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ എത്രത്തോളം സംഭവിക്കും. അത്രയൊന്നും ഞാൻ പറ്റിയിട്ടില്ല. പിന്നെന്ന് പറയുന്നത് അവിടെ പറഞ്ഞു ഇറ്റ് വാസ് ഫ്രം ഡൗൺ, താഴെന്നാണ് ഇത് കട്ട് ഔട്ട് ആയിരിക്കും, ടോപ്പ് ഔട്ട് ആയിരിക്കും. ഞാൻ കയ്യിൽ ഇരിക്കുമ്പോൾ ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ല. ഇറ്റ്സ് നോട്ട് നമ്മൾ മണിപ്പൂർ ഇരുന്ന് പോയി പുല്ല് ഇറക്കുമെന്നല്ലോ പിടിച്ചിരിക്കുന്ന സാധനത്തിന് അങ്ങനെ ഒന്നും. മയക്കത്തിലായിരുന്നല്ലേ? മയക്കത്തിലാണ്. എന്നോട് ഇങ്ങനെ സംസാരിച്ച് അവിടെ ഇരിക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ അടുത്തിരിക്കുകയായിരുന്നു. ഇറ്റ് വാസ് സോ ടയേർഡ്. അപ്പം അതുകൊണ്ട് അവിടെ ഞാൻ വന്നതിന് ഭയങ്കര സന്തോഷമായിരുന്നു. അയ്യപ്പദാസ് എന്നോട് പറഞ്ഞു, പക്ഷേ ഈ ഇൻസിഡന്റ് ദിവസം നടക്കാൻ മുമ്പ് അയ്യപ്പദാസിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു പിന്നെയും ഞാൻ വിളിക്കുന്നില്ല, ഇനി ഇത് കഴിഞ്ഞിട്ട് പോലീസുകാരോട് അവിടെ എത്തുമ്പോ എന്നെ വിളിച്ചാൽ മതി. എന്ന് വെച്ചാൽ ആ സന്ധ്യ മാഡത്തിന്റെ വീട്ടിൽ പോകാന്ന് പറഞ്ഞു. ഇതിന്റെ ഇടയ്ക്ക് ഒരിക്കലും ഈ once or twice you had mentioned me, മാഡത്തിന്റെ ഫോൺ നമ്പർ നീ ഒപ്പിക്കണം, എന്നിട്ട് മാഡത്തിനോട് ഇതൊക്കെ പറയണം. സോ ദാറ്റ് ഇങ്ങനെ ഒരു ഇഷ്യൂ മാം കൂടുതൽ ഫോഴ്സ് വിളിച്ച് കുറെ കൂടെ സിവിയർ ആക്കിക്കോളും. because she is someone head powerful, she could do more than that. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ അതിനൊന്നും ഫേവറില്ലാത്തതുകൊണ്ട് എന്നെ അതിനൊന്നും ഫോഴ്സ് ചെയ്യും. അങ്ങനെയൊന്നും അത് എനിക്ക് പറ്റില്ലെന്ന് മനസ്സിലാണ്ട് അതൊന്നും ചെയ്യില്ല. ബട്ട് ഈ ആസ്ക് മീ അവിടെ എപ്പോഴും പോലീസുകാരാണ്, നീ അങ്ങോട്ട് ഓടിച്ചെന്ന് ബ്രിങ് ചെയ്താൽ മതി. അവിടുത്തെ കോളിംഗ് ബെൽ ഉണ്ടല്ലോ, അവിടെ ഡെഫിനറ്റ്ലി ഫുൾ ടൈം 24/7 പോലീസ് സെക്യൂരിറ്റി കാണുമായിരിക്കും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാനന്ന് അവിടെ പോയി, ഞാൻ അവിടെ നിന്ന് ഉടനെ ഫോണും ഒരു ഷോളും ആ എവിഡൻസ് കൊടുത്തിരിക്കുന്ന ആ ഒരു ഷോളും എടുത്തോണ്ടാണ് ഞാൻ ഓടണം. 5 minutes ഓടി അവരുടെ വീട്ടിലേക്ക് തന്നെയാ പോയി നിയർലി മോർ ദാൻ
5 minutes കൂടുതൽ ഞാൻ അവിടെ റിങ് ചെയ്തു ഫ്രണ്ടിലൊക്കെ കോളിംഗ് ബെൽ. പക്ഷെ ആരും പുറത്തിറങ്ങി വന്നുമില്ല. രാത്രിയോ ഐ വാസ് സോ സ്കേർഡ് ആൻഡ് ടെൻസ്. അങ്ങനെ ഒരു ഓപ്ഷനും ഇല്ലെന്ന് എനിക്ക് തോന്നിയപ്പോഴേ ഞാൻ 100-ലേക്ക് വിളിച്ച്. എന്നിട്ട് ഒരു 15-20 minutes കഴിഞ്ഞ് കൺട്രോൾ റൂമിലൊക്കെ വന്ന. എത്ര മണിക്കാ കൺട്രോൾ റൂമിൽ വിളിക്കുന്നത്? കൺട്രോൾ റൂമിൽ വിളിക്കണ കഴിഞ്ഞു അതെനിക്ക് തോന്നുന്നില്ല. പക്ഷെ AC സാർ എന്നോട് കഴിഞ്ഞ ദിവസം എന്നോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞെന്ന് പറയുന്നത് ലാസ്റ്റ് കോൾ ഞാൻ അയ്യപ്പദാസിന് ചെയ്യുന്നത് 11:28 എന്തോ ആണ്. പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് എന്നോട് കോൾ ചെയ്യാനാ പറഞ്ഞു. ഞാൻ 100-ൽ ഞാൻ വിളിച്ചത് 11:58 സംതിങ് ആയപ്പോ. അപ്പൊ പക്ഷെ എന്നോട് അയ്യപ്പദാസിന് ഞാൻ വിളിക്കണം പറഞ്ഞു. ഞാൻ വിളിക്കുക വെച്ചാൽ പക്ഷെ കോൾ രജിസ്റ്ററിൽ അത് വന്നിട്ടില്ല. ഇറ്റ് വാസ് ആൻ ഇൻകമിംഗ് കോൾ അവര് കാണിക്കണം. ഐ ഡോണ്ട് നോ ഹൗ ദാറ്റ് ഹാപ്പൻ. ബട്ട് ഐ വാസ് ദ വൺ ഹു കോൾഡ്. ഞാൻ 100 വിളിച്ച് പോലീസും വന്ന് വുമൻ പോലീസും വന്ന് കഴിഞ്ഞ് എന്നെ ജീപ്പിൽ അവർ കയറ്റി എഴുതിയപ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് വിളിച്ചാ. എന്നിട്ട് തന്നെ തിരിച്ചു വിളിക്കണം. ബട്ട് ഐ ഡോണ്ട് നോ വൈ കോൾ രജിസ്റ്ററിലൊന്നും. ബാക്കി സ്റ്റോറീസ് ഒക്കെ ഞാൻ അമ്മയെ കുറിച്ചാണെങ്കിലും അതൊക്കെ ശരിക്കും ഒന്നും അങ്ങനെയൊന്നും അല്ലാന്നൊക്കെ പറഞ്ഞ പോലീസിനോട്. അപ്പൊ ഈ പോലീസിനോട് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ പോലീസുകാർ പറഞ്ഞതാണോ? മോഷ്ടിക്കാര് ഞാൻ അവരോട് ആദ്യമേ പറഞ്ഞത് അങ്ങനെയൊന്നും അല്ല. അവരൊരു സ്റ്റോറി പറഞ്ഞു രീതിയിലല്ല. ഐ സെഡ് ഇറ്റ് ആസ് എ ക്രൈം. ലോസ്റ്റ് നമുക്ക് ക്രൈം ചെയ്താ പ്രൈവറ്റ് ഡിഫൻസ് ചെയ്താൽ മനസ്സിലാവുമല്ലോ സർ. ഞാൻ സ്വന്തമായി പ്രീ പ്ലാനിങ് ഉള്ളതുപോലെ തന്നെയാ പറഞ്ഞത്. ബട്ട് ദേ സെഡ് അങ്ങനെയൊന്നും പോരാ, ഒരു പ്രൈവറ്റ് ഡിഫൻസ് അയാൾക്ക് കൂടുതൽ ശിക്ഷ മേടിച്ച് കൊടുക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറയണം. ഏത് പോലീസ് പറഞ്ഞു? ഓർമ്മയില്ല സർ. ലൈക് മെനി വെയർ ദേർ. പോലീസ് ലേഡിയാണോ പറഞ്ഞത് മാനാണോ പറഞ്ഞത്? Everyone was there. Lady and men were there. Okay. And then what the thing was, എനിക്ക് മലയാളം വായിക്കാൻ അത്ര ഹാൻഡ് റിട്ടൺ. ഐ ഡിഡ്ന്റ് ലേൺ മലയാളം. അപ്പം എനിക്കാരെങ്കിലും വായിച്ചു തന്നാലേ മനസ്സിലാവും. അപ്പൊ ഈ സിമൻ എടുത്ത് ഈ ഡ്രസ്സിനകത്ത് എടുത്ത് തേച്ചല്ലോ, അത് യു ഡിഡ് ഇറ്റ് അല്ലേ, പർപ്പസ് ആയിട്ട്? No, it was not purposefully. കാര്യം പെട്ടെന്ന് എന്റെ തലയ്ക്ക് ഇങ്ങനെ ഒരു ടാർഗറ്റ് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. I had to do it. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ തലയ്ക്ക് ഒരു ഫോഴ്സ്ഫുള്ളി ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്തേ പറ്റൂ എന്നാര് പറഞ്ഞു? അയ്യപ്പദാസ് പറഞ്ഞു. അതെ. അപ്പൊ ഇജാക്കുലേറ്റ് ചെയ്ത സെമൻ എങ്ങനെ കുട്ടിയുടെ ബോഡിയിൽ വന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. പുറത്ത് വന്നപ്പോ നിങ്ങളുടെ ശരീരത്തിൽ എങ്ങനെ എടുത്ത് തേച്ചു? നിങ്ങൾ എടുത്ത് തേച്ചോ? അത് ഡ്രസ്സിൽ എടുത്ത് തേച്ചോ? എന്റെ കയ്യിലാണ്. ഓ, കയ്യിൽ നിന്നുള്ളത് എടുത്ത് ഡ്രസ്സിൽ തേച്ചു അല്ലേ? അതെന്തിനാ അങ്ങനെ തേച്ചോ? ബിക്കോസ് യു വാണ്ടഡ് ടു ക്രിയേറ്റ് എവിഡൻസ് അല്ലേ? ഇറ്റ് വാസ് നോട്ട് ടു ക്രിയേറ്റ് എവിഡൻസ്. അന്ന് അപ്പോഴത്തെ ഒരു ഇതില് എവിഡൻസ് ഒന്നും വിചാരിച്ചില്ല. ബട്ട് ദെൻ എനിക്ക് അടുത്ത് വേറൊരെണ്ണോ എന്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. ഐ വാസ് സോ സ്കെയർഡ്. ഇങ്ങനെ സാധാരണ ഒരു ഇത് അങ്ങനെയൊന്നും അല്ലല്ലോ. അപ്പം ഇങ്ങനെ ഒരു ടാർഗറ്റ് ഇപ്പൊ എന്റെ കൈ ചെയ്യുന്ന സാധനം ഒന്ന് തുടയ്ക്കണം. അപ്പം ആ ഡ്രസ് പോലീസിന് അഴിച്ചു കൊടുത്തായിരുന്നോ? they had taken it for evidence. എന്നെടുത്തു? The next day. ഇതെന്നായിരുന്നു സംഭവം? 19th അല്ലേ? 18th രാത്രി. ഓ, 18th രാത്രി. അപ്പൊ ഇത് എടുത്തത് 19th അല്ലേ? 19th രാത്രിയായി. 19th രാത്രി ഇത് എടുത്തപ്പോ അല്ലേ, ഡ്രസ് എടുത്തപ്പോ? ഓക്കെ സർ. അതായത് എന്റെ ഓറൽ മെഡിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞ ദിവസം ഞാൻ അതും കഴിഞ്ഞിട്ട് വന്നു. ഓറൽ മെഡിക്കൽ എക്സാമിനേഷൻ എന്നാ കഴിഞ്ഞത്? ഓറൽ ഐ തിങ്ക് ദ നെക്സ്റ്റ് ഡേ. അതായത് 19ാം തീയതി. എത്ര മണിക്ക്? ടൈം എന്നെ ഇവിടുന്ന് ശരിക്കും പറഞ്ഞ് ഞങ്ങൾ 1 മണിക്കേ പോരാ. കാര്യം മജിസ്ട്രേറ്റ് മുമ്പിൽ കൊണ്ടുപോകണം. അപ്പം സ്റ്റേറ്റ്മെന്റിൽ ഞാൻ സൈൻ ചെയ്യണം. അപ്പൊ ഞാൻ പോയപ്പോ ഇവര് സ്റ്റേറ്റ്മെന്റ് എഴുതിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞാൻ സ്റ്റേറ്റ്മെന്റ് ഒപ്പിട്ടിട്ടും അല്ല പോയത്. അതെ. എന്റെ സ്റ്റേറ്റ്മെന്റ് ലൈക്ക് ദേ വർ ഓൺലി റൈറ്റിംഗ് ഇറ്റ്. എന്നോട് പറഞ്ഞ് വരുമ്പോ സൈൻ ചെയ്താൽ മതിന്ന്. അല്ലാണ്ട് ഞാനിതൊന്നും കേട്ടില്ല. ഇവരെന്തോ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഇതൊക്കെ പോരെ. ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ ഇവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഇതിന്റെ ഒരു കോപ്പി തരാമോ സ്റ്റേറ്റ്മെന്റ്. അപ്പം എനിക്കൊരു ആവശ്യം, കാര്യം ഐ എം നോട്ട് നോയിങ് ഇറ്റ്സ് എ കുക്ഡ് അപ്പ് സ്റ്റോറി. അപ്പം എനിക്കിത് അറിയില്ല, എനിക്ക് ഇതിന്റെ ഒരു കോപ്പി തരാമെന്ന് ഞാനൊക്കെ പറഞ്ഞു. ഞാൻ FIC അവിടെ മെഡിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞ് വന്നപ്പോഴേ ഇവരെന്നോട് പറഞ്ഞു ആദ്യം സ്റ്റേറ്റ്മെന്റ് ഇരിക്കുമ്പോൾ ഒപ്പിട് എന്ന് പറഞ്ഞ് എന്തോ ഒപ്പിട്ട്. ഞാൻ അതൊന്നും വായിച്ചു കേട്ടോ ഒന്നുമില്ല. അപ്പൊ മജിസ്ട്രേറ്റ് കോടതി പോയിട്ട് എന്താ പറഞ്ഞേ? മജിസ്ട്രേറ്റ് കോർട്ടില് പോലീസുകാർ പറഞ്ഞു ഇങ്ങനെയൊക്കെ തന്നെ പറയണം. കാര്യം അമ്മയൊക്കെ പിടിച്ചിട്ട് അവരിങ്ങനെ ഓരോന്ന് ഭയങ്കര ടോർച്ചറായി. ഞാനിട്ട് അവരോട് കുറെ റിക്വസ്റ്റ് ഒക്കെ ചെയ്തു, അമ്മ വിളിച്ചു. അമ്മ ഒന്നും ഇല്ലല്ലോ, കേസൊന്നും ഇല്ല. ഐ ഡോണ്ട് സേ എനിത്തിങ് അബൌട്ട് ഹർ. അങ്ങനെയൊക്കെ
പിന്നെ അച്ഛനും അനുവും അങ്ങനെ ടോട്ടലി വല്ലാത്തൊരു സിറ്റുവേഷൻ they were creating also. ഭയങ്കര they were really അമ്മയ്ക്ക് ഒരിക്കലും ആരും ഒരാളുടെ അമ്മയെ കുറിച്ച് ഷിറ്റ് കേൾക്കില്ല. പക്ഷെ still I heard all those and they were treating it such a worse situation. എന്നുവെച്ചാൽ അവരെന്നെ ഇരുത്തി അമ്മയെ കുറിച്ച് ഭയങ്കര മോശമായിട്ടൊക്കെ ചോദിക്കണം. ഇങ്ങനെ കണ്ടിട്ടുണ്ടോ, അങ്ങനെ കണ്ടിട്ടുണ്ടോ, presumptions a lot. Are you presuming something of this sort could happen? Are you presuming this can happen? അങ്ങനെയൊക്കെയായിരുന്നു. ഒന്നും ഫാക്ച്വൽ ആയിട്ട് they don't have anything. ഫാക്ച്വൽ ആയിട്ട് അതിപ്പാട് അയ്യപ്പദാസ് പറഞ്ഞ കുറച്ച് അക്യൂസേഷൻസ് മാത്രം വെച്ചാൽ ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. ബട്ട് I haven't seen anything of that. അപ്പം അവിടെ പ്രിസംഷൻസ് ആയി ഇങ്ങനെ പ്രിസ്യൂം ചെയ്യാമോ? അപ്പത്തേക്ക് I asked like if it was a third woman, നമുക്ക് പറയാം, പക്ഷെ സ്വന്തം അമ്മയെ പറയാൻ പറ്റുള്ളൂ. whether you police officer could do that. Then he didn't ask me and they said like they won't take that because I don't have any grounds to ഒരു സ്ട്രോങ് ഗ്രൗണ്ട് ഇല്ല അമ്മയ്ക്ക് അഗൈൻസ്റ്റ്, അതുകൊണ്ട് നമുക്കത് വേണ്ട, ബിക്കോസ് അതർവൈസ് ഇറ്റ് വുഡ് റൂയിൻ ദ കേസ്. അതല്ല പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു കേസ് ഇല്ലല്ലോ എന്ന് പറഞ്ഞ അമ്മയുടെ പാർട്ട് ദേ ചേഞ്ച്. അതിനു വേണ്ടി അവർ രാവിലെ ആ FI സ്റ്റേറ്റ്മെന്റ് ശരിക്കും പറഞ്ഞൊരു 3-4 പ്രാവശ്യം അവരത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. രാവിലെ തന്നെ എഴുതിച്ചതൊന്ന്, ആ എഴുതിച്ചത് പോരാന്ന് പറഞ്ഞ് പിന്നെ പകലായിരുന്നു. എന്നുവെച്ചാൽ 12-1 മണിയായപ്പോഴാ ഐ വാസ് കുറച്ച് നോർമലായി. അപ്പൊ തൊട്ട് ഒരു 4 മണി വരെ ഒരു FI സ്റ്റേറ്റ്മെന്റ് എഴുതി. സംഭവം നടന്ന ദിവസമോ അതോ പിറ്റേ ദിവസമോ? സംഭവം നടന്നു. അല്ലല്ല, അന്ന് രാവിലെ, ഇത് രാത്രി നടക്കുന്നു, അടുത്ത ദിവസം മോർണിംഗ്. അത് പിന്നെ ഒരു 6-7 മണിയൊക്കെ ആയപ്പം പിന്നെയും ഒരു ഓഫീസർ വന്ന് ഇതൊക്കെ വായിച്ചു. അവർ പറഞ്ഞു ഇത് എഴുതിയിട്ടില്ലല്ലോ, അത് എഴുതിയിട്ടില്ല. സ്റ്റിൽ റീറോട്ട്. അത് ഇനി പിന്നെയും വേറെ ആരൊക്കെ വന്നപ്പോൾ പിന്നെയും ഒരു കുഡ് സ്റ്റോറി ആയിട്ട്. ശരിക്കും പറഞ്ഞാൽ FI സ്റ്റേറ്റ്മെന്റിൽ എന്ത് എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ വായിച്ചു കേട്ടിട്ടുമില്ല, എനിക്കത് വായിക്കാനും അറിയില്ല. ബിക്കോസ് ഞാൻ മലയാളം പഠിച്ചിട്ടില്ല. ബസ്സിന്റെ ബോർഡ് തന്നെ ഭയങ്കര കഷ്ടപ്പെട്ട് വായിക്കുന്നു ഞാൻ. ഒരിക്കലും ഹാൻഡ് റിട്ടൺ എനിക്ക് വായിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇത് മജിസ്ട്രേറ്റിന് മുമ്പിൽ ആ മാം എഴുതിയത് ഞാൻ മാമിനോട് പറഞ്ഞു എനിക്ക് വായിച്ച് കേൾക്കണം. കാര്യം ഈ സ്റ്റോറി, ഇവര് പറഞ്ഞ സ്റ്റോറി അല്ലാണ്ട് പറയാനൊരു ഓപ്ഷനും അപ്പൊ എനിക്ക് അവർ തന്നിട്ടും ഇല്ലായിരുന്നു. ഞാൻ അവിടുന്ന് വന്ന ഉടനെ പറഞ്ഞു ഒപ്പിട്ട് നേരെ കോർട്ടിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ പറ്റില്ല, വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഓൾ ഇൻ എ സഡൻ ഒന്നും അറിയാണ്ട് അപ്പൊ ഞാൻ ഇവര് പറഞ്ഞ ആ സ്റ്റോറി തന്നെ അങ്ങ് ഡിക്റ്റേറ്റ് ചെയ്തു. പിന്നെ ഒരിക്കൽ കൂടെ വൊമിറ്റ് ചെയ്തു അവിടെ പോയി. അല്ലാണ്ട് ചോദിച്ചിരിക്കുമല്ലോ ഇത് കുട്ടി എന്നോട് സ്വന്തം ഇഷ്ടപ്രകാരമാണോ പറയാൻ തയ്യാറാണോ ചോദിച്ചോ? നോ സർ, നമ്മുടെ 164 കൺഫെഷനിൽ സ്റ്റാർട്ടിങ്ങിൽ ഒന്നും പറഞ്ഞിട്ടില്ല. മാം എന്നെ കൊണ്ടിരുത്തി കുറെ പറയാനുണ്ടോ, അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ച് പറയാൻ. പേജ് നമുക്ക് എണ്ണി പറയാൻ പറ്റില്ല, ഇത്രയും പേജ് എഴുതാനുള്ളത്. സോ ഐ സെഡ് ഐ ഹാവ് എ ബുക്ക്. ലേഡി മജിസ്ട്രേറ്റ് ആയിരുന്നു. ലേഡി മജിസ്ട്രേറ്റ് ആയിരുന്നു. അത് 5-ലായിരുന്നു. പേരായിരുന്നു. ഓക്കെ. എന്നിട്ട് വേറെ അല്ല മനുഷ്യട്ട് ചോദിച്ചില്ലേ പോലീസുകാരും എല്ലാം ഭീഷണിപ്പെടുത്തി, പോലീസുകാരും എല്ലാം പറയാൻ പഠിപ്പിച്ചു കൊണ്ടുവന്നാണോ? നോ. ഷി വാസ് ബീങ് വെരി ഭയങ്കര സ്വീറ്റ് ആയിട്ടായിരുന്നു പോലീസുകാർ ആ വുമൻ കോൺസ്റ്റബിൾസിനോടൊക്കെ ഭയങ്കര ഫേവറബിൾ ആയിട്ട് സംസാരിച്ച്. ഷി വാസ് ഇൻ എ ഹറി ടു സംബി ഓഫ് ദ അതർ ജസ്റ്റ് കംപ്ലീറ്റ് ദിസ് ജോബ്. എന്നിട്ട് ഞാൻ പോലീസുകാരോട് ഇത് പറഞ്ഞു, ഞാൻ പറഞ്ഞു സ്റ്റിൽ ഷീ ഡിഡ്ന്റ് ആഡ് മെനി പോയിന്റ്സ്. അത് കാരണമാണ് FI സ്റ്റേറ്റ്മെന്റിൽ വന്ന പലതും കൺഫെഷന്റെ അകത്ത് വരുന്നില്ല. 164 ഒന്നും ഷീ ഡിഡ്ന്റ് കംപ്ലൈ. കാര്യം 164 നമ്മൾ പറയില്ല എല്ലാം വോളണ്ടറി കൺഫെഷൻ ആയിരിക്കണം, അതിന്റെ ആഫ്റ്റർ എഫക്ട് ഒക്കെ പറയണം. അങ്ങനെ CRPക്ക് ഞാൻ കേട്ടതോ പഠിച്ചോ ഒന്നും അവർ പറയില്ല. ഷീ വാസ് ലൈക്ക് ഷിയറിംഗ് എ സ്റ്റോറി. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഐ ജസ്റ്റ് വാണ്ട് ടു ആസ്ക് യു സംതിങ്. കുട്ടിക്ക് അറിയാലോ ഞാൻ സ്വാമിയുടെ ലോയർ ആണെന്ന് അറിയാലോ? അറിയാം. And I was happy for it. ആയിക്കോട്ടെ, നമ്മുടെ ലോയർ ആണെന്ന് അറിയാമല്ലോ. ആൻഡ് യു ആർ ദ കംപ്ലൈന്റ് ഇൻ കേസ് എന്ന് അറിയാമല്ലോ, ഇൻ വിച്ച് ഐ ആം ഓപ്പോസിറ്റ്. അപ്പൊ അറിഞ്ഞോണ്ട് തന്നെയാണോ ഈ കാര്യങ്ങളൊക്കെ എന്നോട് സംസാരിക്കുന്നത്? More than 101%. Oh my God. You really taken me for a ride, കേട്ടോ. Let me tell you very clearly. Because എനിക്കിപ്പം I am holding the വക്കാലത്ത് of an accused who is accused of a very serious allegation. അറിയാമല്ലോ, if proved this allegation can take him to gallows. ചിലർ കളിയല്ലേ ഇത്. So I am telling you very frankly, I am recording this conversation. Do you have any objection for that? Yeah sir, it's okay. No sir, and I do have one more thing to say. As he is an accused, he does have a benefit of doubt too. Yes, exactly. I have recorded this conversation and I will definitely use this for legal purpose. Yeah sir. Okay. Yeah, I knew it you would do that because when you were asking me some questions I knew it. എത്ര പെർസെന്റ് മാർക്കുണ്ട് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ? ഹൗ ഡിഡ് യു ഫെയർ?
No, it was just ഇങ്ങനെ സ്വാമി പഠിപ്പിച്ചത് വിട്ടത് കാരണം പഠിക്കാൻ പറ്റും. It was all because of him. I just get through all these semesters. And I don't. അല്ല മോളെ, നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരമാണോ ഈ എന്നോട് ഇപ്പൊ സംസാരിച്ചത്, അതോ ഇനി വേറെ എന്തെങ്കിലും ആരെങ്കിലും പേടിപ്പിച്ചത് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ Sir, then I want to make only a situation. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ന് സ്വാമി സാറിന്റെ മുമ്പിൽ ഇപ്പൊ ഇരിക്കുന്നുണ്ടാവില്ല. It would have been just a regular Sunday. നാളെ സാധാരണ proceedings. Only because I wanted to make this get right. കാര്യം ചെയ്യാത്തൊരാള് അങ്ങനെ ഇത്രയും നല്ലൊരാള് ഇറ്റ് വാസ് മൈ ഫോൾട്ട് എന്നും കൂടെ പറഞ്ഞു. കാര്യം എന്നെ അത്രയും പറഞ്ഞു ഞങ്ങളുടെ ഫാമിലി സിറ്റുവേഷൻസും കൂടെ അത്രയും വേഴ്സൺ ആയി തുടങ്ങിയപ്പം I too started to doubt. അപ്പൊ അക്കോർഡിംഗ് ടു യു ഇൻ ഷോർട്ട് അയ്യപ്പദാസ് has played this game അല്ലേ? Yeah, sir. He had really played this game. Yes. ഇവൻ എത്ര ഇന്റലിജന്റ് ആണോ? What is his qualification? He is not much qualified, but he is very intelligent. ഇവൻ കിടിലം ക്രൂക്കാണല്ലോ. One of the rare species I have ever come across in my life. As a criminal lawyer, എനിക്കത് കാണാൻ പറ്റിയിട്ടില്ല. Really surprised. It's an experience. Eh? It's an experience for you, so it adds to your experience, and I want you to win this case also. Okay, I really want you to. Okay, thank you, madam. Thank you. I am the victim. അപ്പൊ എനിക്കൊരു കാര്യം ചെയ്യൂ. Can you just write it? ഈ എന്നോട് പറഞ്ഞ കാര്യമില്ലേ? Yes, sir. Can you just write it and give it to me? You want me to write it? എന്തോ? Yeah, sir. Yeah, sure. I can. അപ്പൊ ഒരു കാര്യം, വീട്ടിൽ ചുമ്മാ ഇരിക്കുകയല്ലേ? You just write it and give it to me. കേട്ടോ? Yeah, sir. I could write it. But Okay. അതിൽ ഞാനൊരു ആന്റിസിപ്പേറ്ററി ബെയിൽ സാറിനോട് ചോദിക്കുന്നുണ്ട്. Okay. Don't bro me, കേട്ടോ? Okay. You just write it and give it to me. Can you do that? Yeah, sir. I can do it. But ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, there would be one change from what you. I understood. I said to you. I understood. ബാക്കിയെല്ലാം. I understood. I read you very well. Yeah. I read you very well. You come up very well in life. Practice law. It's a very interesting subject. Sir, will you take me as your junior? അല്ല, whether I take you as my junior is a different aspect. പക്ഷേ ഞാൻ പറഞ്ഞത്, പെണ്ണുങ്ങൾക്ക് ഇത്ര അന്തസ്സായിട്ട് ഇപ്പോൾ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണല്ലോ. എന്താണെന്നറിയോ? ഒരാൾ നിങ്ങളോട് പറയത്തില്ല എന്താ നിങ്ങൾ എത്ര മണിക്ക് വരും, എത്ര മണിക്ക് ഓഫീസിൽ പോകും. ഇഫ് യു വാണ്ട് യു ക്യാൻ ടേക്ക് എ കേസ്. ഇഫ് യു ഡോണ്ട് വാണ്ട്, എനിക്ക് സൗകര്യമില്ലല്ലോ എന്ന് പറയാം. ഇത്രയും പെൺകുട്ടികൾക്ക് അന്തസ്സ അഭിമാനത്തോടെയും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി ലോകത്തില്ല. നന്നായിട്ട് പഠിക്കാവുന്നുണ്ടെങ്കിൽ സ്കൈ ഈസ് ദ ലിമിറ്റ്. ഐ എം ടെലിങ് യു. കയ്യിൽ കിട്ടുന്ന പൈസയ്ക്ക് നമുക്കൊരു അന്തമുണ്ടാവില്ല. പൈസയ്ക്ക് നമ്മൾ ആദ്യമേ പട്ടിണി എടുക്കും. പക്ഷെ കുറച്ചു കാലം കഴിയുമ്പോൾ നമുക്കൊരു 10-60 വയസ്സാകുമ്പോൾ യു വിൽ ബി സർപ്രൈസ്. ദൈവമേ, ഇത്രയും പൈസ കൊണ്ട് ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വിചാരിക്കും. അപ്പൊ കിട്ടിയിട്ട് കാര്യമുണ്ടോ സർ? വക്കീലന്മാരെല്ലാരും അങ്ങനെ തന്നെ. വക്കീലന്മാർക്ക് ചെറുപ്പകാലത്ത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് എന്താ പറയാ, ഒരു തപസ് പോലെയാണ് വക്കീൽ പണി എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ലേ? അതുകൊണ്ട് എല്ലാരും പറയുന്നത് കേട്ടിട്ടില്ലേ, ഒരു നല്ല വക്കീലാവുന്നതിനെക്കാട്ടി നല്ലത് ഒരു നല്ല വക്കീലിന്റെ ഭാര്യ ആവുന്നതാണ് നല്ലതെന്ന് പറയും. കേട്ടിട്ടില്ലേ അത്? ഞാനത് തിരിച്ചാരെങ്കിലും പറയുന്ന ആഗ്രഹിക്കുന്നു സർ. അതെ, എന്നറിയോ? ബിക്കോസ് ഷീ ക്യാൻ എൻജോയ് വിത്ത് ഹിസ് മണി. നമ്മുടെ ഹൈക്കോടതിയിലുണ്ടായിരുന്ന എം എൻ സുകുമാരൻ സാറില്ലേ, ഫേമസ് ക്രിമിനൽ ലോയർ. സാറ് ശരിക്കും പറഞ്ഞാൽ സാറിന്റെ പേര് പുറത്തു വരാൻ തുടങ്ങിയത് ഒരു 50 വയസ്സിന് ശേഷമാണ്. 50-55 ആയതിനു ശേഷം. ആ പൊലക്കുളം ടൂറിസ്റ്റ് ഹോമിലൊക്കെ ഡിഫൻസ് വന്നതിന് ശേഷം സാറിന്റെ പേര് പുറത്തു വരാൻ തുടങ്ങി. അറിയാമോ? പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞിരാമേനോൻ സാറിന്റെ പേര്, കുഞ്ഞിരാമേനോൻ. ഹാവ് യു ഹേർഡ് ഓഫ് കുഞ്ഞിരാമേനോൻ? No sir, I haven't. അയ്യോ, കേരളത്തിലുണ്ടായിരുന്ന വൺ ഓഫ് ദ സെലിബ്രേറ്റഡ് ക്രിമിനൽ ലോയേഴ്സ്. യു വിൽ റാങ്ക് അലോങ് വിത്ത് മള്ളൂർ ഗോവിന്ദപിള്ള. അദ്ദേഹത്തിന്റെ പേര് കേൾക്കാൻ തുടങ്ങിയ 65 വയസ്സിന് ശേഷമാണ്. അതുകൊണ്ട് ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ കേട്ടോ. ഹാവ് ഹോപ്പ് ഇൻ ലൈഫ് and fight your life. Will you take me as your junior? Still you can answer about it. Definitely I will do that. Not now. No sir, that I can't. Thank you. Be around sir. Okay, thank you. Okay, thank you. Okay, I'll write that for you sir. Yeah, please do that. Okay. Yeah sir. Okay. Yeah sir, I'll definitely do Yeah, it. thank you.